ഹലോ ഗേസ്, അപ്പോൾ 2-3 ദിവസം മഴ പെയ്യാത്ത കാരണം നമ്മൾ അങ്ങനെ റെയിൻകോട്ട് കൊണ്ടുപോകാറില്ല കേട്ടോ പുറത്ത് പോകുമ്പോൾ. പക്ഷെ ഇന്ന് പണി പാളി. കൊടുങ്ങല്ലൂർ പോയി വരണേക്ക് നല്ല മഴക്കാറും കാറ്റും. ഇപ്പോൾ മനസ്സിലായി പണി പാളി എന്നുള്ളത്. പോണ വഴിക്ക് നൈസായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ട ഒരു ആൽമരത്തിൻ്റെ ചോട്ടി ഇറങ്ങിയെന്ന്. സംഭവത്തിന് ഒരു അതർ സൈഡ് പരിപാടിയിൽ പോയി മഴ കണ്ട് കൂടി ഒരു തരി വെള്ളം പോലും പുറത്ത് പോയില്ല കേട്ടോ. ഒക്കെ നിന്ന് കൊണ്ട് നോക്കുമ്പോൾ പുറകിൽ ചെറിയൊരു ടാർപ്പായ കെട്ടിയുള്ള സെറ്റപ്പ് ഓടി കയറി അവിടേക്ക്. നമ്മൾ ഓടി കയറിയ കട ഒരു ചിക്കൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വില 100 രൂപയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ വില ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ മാറിയിട്ട് അപ്പോൾ പതുക്കണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. സംഭവം അങ്ങനത്തെ എല്ലാം ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, തലടിച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഒരു പോക്ക് പോയി. ഇപ്പോൾ വണ്ടി എടുത്ത് വിടാന്നുള്ള പ്ലാനിൽ കയറി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. മഴ കൊണ്ട് കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ ചില നമ്പർ അമരില്ല കേട്ടോ. സംഭവം ഇപ്പോൾ അത് കുത്തിപ്പൊളിച്ച് നശിപ്പിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ പതുക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ എന്തായാലും മഴ ഉണ്ട് പെയ്ത് തോർന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ്ടാ കാണാൻ. അപ്പോൾ സംഭവം ഭംഗി ആസ്വദിക്കണമായിട്ട് മുന്നേ അടുത്താണ് മഴ ഉണ്ട് പെയ്ത്. അപ്പോൾ ഇതിനൊരു കടയൊക്കെ കയറ്റി പാർക്ക് ചെയ്ത് അതുകൊണ്ട് കഴിച്ചില്ലേ മഴ കൊണ്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് മഴ തോർന്ന ലക്ഷണം കാണാനില്ല. സംഭവം എന്താ വെച്ചാൽ കുറുക്കൻ്റെ കല്യാണം തോന്നുന്നത് കണ്ടില്ലേ, മഴയും വെയിലും ഒരുമിച്ചാണ്. അപ്പോൾ എന്തായാലും വല്ലാത്ത കല്യാണത്തിന് വിളിച്ചില്ല. അങ്ങനെ അതൊക്കെ വേണ്ട അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചെക്കനക്ക് മഴ കൊണ്ട ചെറിയൊരു സീനുണ്ട് കേട്ടോ. വിറക്കും കിടന്നിട്ട് കണ്ടില്ലേ, ഇനിയിപ്പോൾ പനി പിടിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ പറഞ്ഞ വഴിക്ക് ഒരു ചായ കട ഉണ്ട് കേട്ടോ. അവിടുന്ന് നല്ല ചൂട് പക്കുവടയും ചൂട് ചായ മോനെ അല്ലക്കിയപ്പോൾ ഉണ്ടല്ലോ സംഭവം സെറ്റായി. അപ്പോൾ എന്തായാലും വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ഇരിക്കും ശുഭദിനം.